ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. അദ്ദേഹവും റവന്യൂ മന്ത്രിയും ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട്. ഇവരെല്ലാം ഈ രക്ഷാപ്രവർത്തനം എങ്ങനെ, അല്ലെങ്കിൽ അതിന്റെ ഒരു പുരോഗതി എന്താണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. നിലവിലേതായാലും ഈ അപകടമുണ്ടായ സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു. മാധ്യമങ്ങളെ അവിടേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. പ്രത്യേകിച്ച് സുരക്ഷാ കാരണങ്ങളുണ്ട്, അതുപോലെ തന്നെ തിരക്കിന്റെ കാര്യങ്ങളുണ്ട്. ഏതായാലും ഈ കാരണങ്ങളെല്ലാം കൊണ്ട് ഇപ്പോൾ അകത്തേക്ക് പ്രവേശനം ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ ഈ ആ സിഗ്നൽ കിട്ടിയ ആ ഒരു സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുകയാണ്. അവിടെ അദ്ദേഹം കാര്യങ്ങൾ പ്രവർത്തകരുമായി, ഈ രക്ഷാപ്രവർത്തകരുമായി അദ്ദേഹം ചോദിച്ച് അറിയുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സിഗ്നൽ മറ്റിടങ്ങളിൽ കിട്ടിയിട്ടുണ്ടോ, NDRFന്റെ ഉന്നത ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ആർമിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ മുഖ്യമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ 6 ദിവസമായി ഇല്ലാത്ത ജാഗ്രത ഇപ്പോൾ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ഗൗരവവും ഏകോപനവും കൈവരികയാണ്. എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ആശ്വാസകരമായി അവിടെ നൽകാൻ കഴിയുന്ന വിവരം? രക്ഷാദൗത്യം സൈന്യം ഏറ്റെടുക്കുന്നു എന്നതും ശുഭകരമായ ഒന്നാണ്. അതേസമയം തന്നെ 6ാം നാളായി എത്രത്തോളം പ്രതീക്ഷയുണ്ട് എന്നതൊക്കെ വളരെ വലിയ ചോദ്യമായി നിൽക്കുമ്പോഴും ജീവന്റെ തുടിപ്പ് അവശേഷിക്കും, നമുക്ക് രക്ഷിച്ചെടുക്കാനാകും അർജുനെ എന്ന പ്രതീക്ഷയാണ് പൊതുവിൽ എല്ലാവരും പങ്കുവയ്ക്കപ്പെടുന്നത്. വളരെ വേഗത്തിൽ ഇന്ന് തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.